നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷി. വെരി ഗുഡ് മോർണിംഗ് റോഷി. ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതിയിലെ വാർത്തയാണ് റോഷി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ അടിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ AP അനിൽകുമാർ രംഗത്ത് വന്നു. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രി കുപ്പായം ചില നേതാക്കൾ തയ്പ്പിച്ചു വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് PJ കുര്യനടക്കമുള്ളവർ വിമർശിച്ചു. മുതിർന്ന നേതാക്കൾ ഇന്നലെ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് രാഷ്ട്രീയകാര്യ സമിതിയിൽ. അത്തരം ചർച്ചകളൊക്കെ നല്ലതാണ്. അത് ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ദീപാദാസ് മുൻഷിയെ ഞാൻ ഈ സംസ്ഥാനത്തിന്റെ ചുമതല ഒഴിഞ്ഞു പോകും കേട്ടോ എന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. റോഷി പാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്നലെ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചതായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ റോഷി? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. KPCC രാഷ്ട്രീയകാര്യ സമിതി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ യോഗം ചേർന്നത്. വ്യത്യസ്തമായ ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ വിശകലനം ചെയ്തു. അതിൽ PJ കുര്യനാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അത് ഗുണം ചെയ്യില്ല എന്ന വിമർശനത്തോടെ തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് പല വിഷയങ്ങളിൽ സ്വയം വിമർശനമുണ്ടാകുന്നു, തിരുത്തലിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. അതിലേറ്റവും പ്രധാനം ഐക്യമില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന സന്ദേശം പൊതുമധ്യത്തിലേക്ക് നൽകണം. അങ്ങനെ ഒരു നിർദ്ദേശം KC വേണുഗോപാൽ തന്നെ മുന്നോട്ട് വെച്ചു. രമേശ് ചെന്നിത്തലയും സമാനമായ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് രമേശ് ചെന്നിത്തല നൽകുന്നു. അങ്ങനെ വളരെ പോസിറ്റീവായി ചർച്ച മുന്നോട്ട് പോയപ്പോൾ ഏതാണ്ട് അവസാന ഭാഗത്താണ് AP അനിൽകുമാറും VD സതീശനും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി മണ്ഡലങ്ങളിലെ വിജയസാധ്യതയുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ അവതരിപ്പിച്ചപ്പോഴാണ് അവിടെ ചില കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിക്കാതെ പ്രതിപക്ഷ നേതാവ് ചെയ്തു എന്ന ആക്ഷേപം AP അനിൽകുമാർ ഉന്നയിച്ചത്. പാർട്ടി നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം AP അനിൽകുമാർ ഉയർത്തുകയും അതിനെ എതിർത്ത് VD സതീശൻ സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് വാക്കുതർക്കം ഉണ്ടായത്. തുടർന്ന് KC വേണുഗോപാൽ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഏതായാലും ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും ദീപാദാസ് മുൻഷിയും ഒരുമിച്ച് ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഇന്നലെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തർക്കമില്ല എന്ന് പൊതുമധ്യത്തിലേക്ക് സന്ദേശം കൊണ്ടുവരാൻ അവർ സംയുക്തമായി മാധ്യമങ്ങളെ കാണുക എന്ന തീരുമാനമെടുത്തത്. ഏതായാലും ഇനി പ്രതിമാസം യോഗം ചേരാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ അത് സജീവമാക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഇന്നലെ ദീപാദാസ് മുൻഷി ഒരു ഘട്ടത്തിൽ അവർ പൊട്ടിത്തെറിച്ചാണ് താൻ ഈ പദവി ഒഴിയാൻ തയ്യാറാണ്, തനിക്കിങ്ങനെ തർക്കിക്കുന്ന നേതാക്കളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു മുന്നറിയിപ്പൊക്കെ യോഗത്തിൽ നൽകിയത്. ഓക്കെ, താങ്ക് യു ഋഷി. എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോവട്ടെ. വിമർശനങ്ങളും ആത്മവിമർശനങ്ങളും ഒക്കെ നല്ലതാണ്. അതെല്ലാ പാർട്ടികൾക്കും നല്ലതാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇന്നലെ വലിയ ചർച്ചകൾ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.